ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഞാൻ വന്നേക്കുന്ന എൻ്റെ കുറച്ച് ഞാൻ വരച്ചേക്കുന്ന അതായത് പിക്ചേഴ്സും ബേസിക്കൊക്കെയാണ്. ഞാൻ ഡ്രോയിങ് ക്ലാസ്സിൽ പോകുന്നത്. ഡ്രോയിങ് ക്ലാസ്സിൽ നമ്മളെ മിസ്സ് ഇത് വരപ്പിച്ച ബേസിക്കും നമ്മുടെ പിക്ചേഴ്സൊക്കെയാണ് ഞാനൊന്ന് കാണിക്കാൻ പോകുന്നത്. അപ്പം നമുക്ക് നേരെ അതിലേക്ക് കടക്കാം. ഇതാണ് ഡ്രോയിങ് ബുക്ക് കേട്ടോ. ഇത് വലുതാണ്. ഇതാ ഫസ്റ്റ് ബേസിക്കാണ് നമ്മുടെ ഡേ 1 എഴുതുക. എന്നിട്ട് ഇതാ എലമെൻറ്റ്സ് ഓഫ് ആർട്ട് ഇതെല്ലാം എഴുതിയെടുക്കുക. എന്നിട്ട് ഈ ലൈന് ഹൊറിസോണ്ടൽ ലൈന്, വെർട്ടിക്കൽ ലൈന്, ഇതേപോലെ ഒരു വലിയ റെക്റ്റാങ്കിൾ ഇതേപോലത്തെ ഒരു കോളം വരക്കുക. അതിൻ്റെ ഉള്ളിൽ ഇതേപോലെ ലൈൻസ് വരക്കുക. എന്നിട്ട് ഇതിൻ്റെ പേര് ഇന്നും ഇവിടെ എഴുതുക. ഡയഗണൽ ലൈൻ, കർവ്ഡ് ലൈന്, സിഗ്സാഗ് ലൈൻ, ഇതെല്ലാം എഴുതിയെടുക്കുക. അപ്പോൾ ഡേ 1 ബേസിക് ഇതാണ്. ഇത് ഡേ 2 ആണ്. ഡേ 2 എഴുതുക. ഇവിടെ ഡേ 1 എഴുതിയിട്ടുണ്ട്. അടുത്ത ഷേപ്സ്, റെഗുലർ ഷേപ്സ്, ഇതേപോലെ ട്രയാങ്കിളും ഇതൊക്കെ വരക്കുക. ഇത് സ്ക്വയർ ആയിരിക്കും. അത് സ്ക്വയർ വരയ്ക്കുക. നിങ്ങൾ സ്കെയിലൊന്നും യൂസ് ചെയ്യാൻ പാടില്ല. ഈ ബോർഡർ വരയ്ക്കാൻ മാത്രം ഇനി സ്കെയിൽ യൂസ് ചെയ്യുക. ബാക്കി ഈ ലൈനിൽ നിന്ന് വരയ്ക്കുമ്പോൾ സ്കെയിൽ യൂസ് ചെയ്യാൻ പാടില്ല. ഇതെല്ലാം വരച്ചിട്ട് ഈ ഒരു സ്ക്വയർ വരയ്ക്കുക, ട്രയാങ്കിളും വരയ്ക്കുക. അതിൻ്റെ ഈ മുകളിൽ കൂടെ ഇങ്ങനെ 5 ടൈംസ് ആവും ഇങ്ങനെ സ്ക്വയർ വരയ്ക്കുക. പിന്നെ തിരിച്ചും അതേപോലെ വരയ്ക്കുക. അതേപോലെ ട്രയാങ്കിൾ ഇങ്ങനെ വരയ്ക്കുക. അതേപോലെ 5 ടൈംസ് തിരിച്ചും വരയ്ക്കുക. ഇതേപോലെ ഒരു ഇത് വരയ്ക്കുക. പിന്നെ ഈ സ്ക്വയറിന് 5 സ്റ്റെപ്സ് ചെയ്തിട്ട് നമ്മൾ ലൈനാണ് അതും ചെയ്യുക. പിന്നെ ഇവിടെ 8 എഴുതുക. എന്നിട്ട് അതിൻ്റെ മുകളിൽ കൂടെ 5 ടൈംസ് എഴുതുക. അതേപോലെ തിരിച്ചും ഇങ്ങനെ എഴുതുക. അതുകൊണ്ട് ഇവിടെ സർക്കിൾ വെച്ചിട്ട് 5 സ്റ്റെപ്സ് ചെയ്തിട്ട് ലൈൻ വരച്ചു. ഇതേപോലെ ട്രയാങ്കിൾ വെച്ചിട്ട് 5 സ്റ്റെപ്സ് ചെയ്തിട്ട് ലൈൻ വരച്ചു. അപ്പോൾ ഒരു സർക്കിൾ വരച്ചിട്ടുണ്ട്. ആദ്യം സർക്കിൾ വരച്ചിട്ട് അതിൻ്റെ മുകളിൽ കൂടെ 5 ടൈംസ് വരക്കുക. തിരിച്ച് ഇതേപോലെ വരക്കുക. ഡേ 2 ഇതാണ്. അടുത്ത ഡേ 3 ആണ്. ഡേ 3 ഇതാണ് ഫോം ഷേപ്പ് 3Dയും എനിക്ക് 3D വരയ്ക്കാൻ അറിയാം. 3D ക്യൂബും പിന്നെ ഇതേപോലത്തെ ഹൗസൊക്കെ വരയ്ക്കും 2D. ഇതൊക്കെ ഫോം ഇതൊക്കെ വരച്ചിട്ട് ഇത് ചെയ്തോ, ഇത് വരയ്ക്കുക. ഇതെല്ലാം ഇത് പേന വെച്ച് നിങ്ങൾക്ക് വരയ്ക്കാം. ഇത് അടുത്തതാ ഡേ 4. ഡേ 4 ഒരു കുപ്പിയും ഒരു കപ്പും ഇത് ഇരിക്കുന്നത്. ഇതാണ് ഡേ 4. ഇത് ഞങ്ങൾ ലൈൻസൊക്കെ വരച്ച് വരക്കുക. ഇതേപോലെ ലൈൻസൊക്കെ വെച്ചിട്ട് വരയ്ക്കുന്നവർ. എന്നിട്ട് അതേപോലെ ഇത് ലൈൻസൊക്കെ വെച്ചിട്ട് വരക്കുക. അടുത്ത ഡേ 5 ആണ്. ഡേ 5 സ്പേസ് എഴുതുക. ബിഗ് ടു സ്മോൾ ഇതിങ്ങനെ ഒരു ട്രീ ഇങ്ങനെ വരച്ചിട്ട് റോഡ് ഇങ്ങനെ വരയ്ക്കുക. ഒരു മനുഷ്യനോട് നിൽക്കുന്ന വരയ്ക്കുക. ഇതിനൊക്കെ സ്കെയിൽ ഉപയോഗിച്ചോ. പിന്നെ നമ്മൾ ലൈൻസൊക്കെ വരയ്ക്കുക. സ്കെയിൽ ഉപയോഗിക്കാൻ പാടില്ല. പിന്നെ ഇതൊക്കെ എഴുതുക. ഇത് ഷെയ്ഡിങ് പെൻസിലിൻ്റെ ഒക്കെയാണ്. അതെന്താ ടെക്സ്ചർ. ഈ ലൈന് പോലെ നമ്മൾ മരം വരയ്ക്കാൻ പാടില്ല. അത് ശരിക്കും വരയ്ക്കേണ്ടതാ. ഇതേപോലെ ഒരു മരം വരയ്ക്കണം നമ്മൾ. എന്നിട്ട് അത് ടിക്ക് ഇട്ട് കൊടുക്കുക. ഇത് ഡേ 6 ഷെയ്ഡിങ് ആണ്. ഇപ്പോൾ ഇവിടെ ഒരു 6 സ്ക്വയർ വരയ്ക്കുക. എന്നിട്ട് എൻ്റെ ഒരു ഷെയ്ഡിങ് പെൻസിലുണ്ട്. ഇല്ലാത്തവർക്ക് കുഴപ്പമൊന്നുമില്ല. ഇത് HB എന്ന് പറഞ്ഞാൽ നോർമൽ പെൻസിൽ വെച്ച് ഷെയ്ഡ് ചെയ്യാം. ട്യൂബ് എന്ന് പറഞ്ഞാൽ നോർമൽ പെൻസിലുള്ള ലൈറ്റ് കുറച്ചും കൂടെ പ്രഷർ അപ്ലൈ ചെയ്തിട്ട് മിഡിൽ ഇതേപോലെ 6B 8B 10B എന്ന് എഴുതുക. ഇതേപോലെ ഷെയ്ഡ് കൊടുക്കുക. ഇവിടെ ഇങ്ങനെ വരച്ചിട്ട് ഇങ്ങനെ വരക്കുക. ഇതൊക്കെ ഡാർക്കാണ്. അതായത് ഈ 6Bയും 8Bയും 10Bയും ഇതൊക്കെ ഡാർക്ക് പെൻസിലാണ്. അടുത്തതാ ഡേ 7. ഇതിൻ്റെ ബാക്കിയാണ് ഇത് സൂര്യനെ വരച്ചിട്ട് ഇതേപോലെ ഒരു സാധനം വരക്കുക. സൂര്യൻ അടിക്കുമ്പോൾ ലൈറ്റ് അല്ലേ, പിന്നെ ലൈറ്റ് കുറഞ്ഞ് ഡാർക്കായിട്ട് വരുന്നതാണ്. പിന്നെ അടുത്തതാ ഒരു ക്യൂബ് വരക്കുക. ഇതേപോലെ ക്യൂബ് വരച്ചിട്ട് സണ്ണിൻ്റെ ഇതേപോലെ വരക്കുക. അടുത്ത ഡേ 7 സർക്കിൾ വരക്കുക. ഇവിടെ എന്നിട്ട് അതിൻ്റെ മുകളിൽ ഓവൽ വരക്കുക. ഇത് സെമി സർക്കിൾ വരക്കുക. അടുത്തതാ നിങ്ങൾ ഇതേപോലെ ഒരു മുന്തിരി നിങ്ങൾക്ക് ആവുന്നല്ലോ വരച്ചാൽ മതി. ഇതേപോലെ ഒരു മുന്തിരി വരച്ചിട്ട് ഷെയ്ഡിങ് കൊടുക്കുക. അടുത്ത ഡേ 8 ആട്ടോ. ഡേ 8 നമ്മളെ ഷിപ്പാണ് വരച്ചത്. ഇത് ഹാച്ചിങ്, ക്രോസ് ഹാച്ചിങ്, സ്ട്രിപ്പിങ്, സ്മഡ്ജിങ്, സ്ക്രിബ്ലിങ് ഇതൊക്കെയാണ്. എന്നിട്ട് ഇതേപോലെ ഇത് വട്ടം വരക്കുക. ഇതേപോലെ വരക്കുക. വട്ടം വരക്കുക. ഇങ്ങനെ വരക്കുക. ഇതെല്ലാം വട്ടം വരക്കുക. കുത്തിടുക. ഒരു വട്ടം വരക്കുക. വെച്ചിട്ട് കൊടുത്തിട്ട് ഇങ്ങനെ ഇത് കൈ വെച്ചിട്ട് ഇങ്ങനെ ആക്കണം. അപ്പോൾ അതേപോലെ ഒരു സർക്കിൾ വരച്ചാൽ അതിൻ്റെ ഉള്ളിൽ നിറച്ച് സർക്കിൾ വരക്കാം. ഇതേപോലെ നിങ്ങൾ ബോട്ട് വരക്കുക. കാണുന്ന പോലെ ഒരു ബോട്ട് വരക്കുക. വെള്ളം ഇതൊക്കെ വെച്ചിട്ട് ഒരു ബോട്ട് വരക്കുക. അത് കഴിഞ്ഞിട്ട് ഡേ 9 ആട്ടോ. ഡേ 9 ഒരു ആപ്പിള് ആണിത്. ആപ്പിള് വരയ്ക്കുക. ആദ്യം ഒരു വര വരക്കുക. ഇതേപോലെ വര വരക്കുക.
ഇതാ ഒരു ആപ്പിൾ. അത് നിങ്ങൾ അത് ഓവൽ ഷേപ്പ് വരയ്ക്കുക. എന്നിട്ട് അതിൻ്റെ ഇവിടെ കുറച്ച് വീതി കൂട്ടുക. എന്നിട്ട് ഇവിടെ ഷെയ്ഡിങ് കൊടുക്കുക, ഇതുപോലെ ഷെയ്ഡിങ് കൊടുക്കുക. എന്നിട്ട് ഇവർ ടേബിൾ ഇരിക്കുന്ന പോലെ ഷെയ്ഡിങ് കൊടുക്കുക. അതെന്ത് ഡേ 10 ഒരു ബനാനയാണ് വരച്ചേക്കുന്നത്. ഇതേപോലെ ഒരു ബനാന വെച്ചിട്ട് ഇതിൻ്റെ നിഴൽ പോലെ ഇവിടെ ഷെയ്ഡിങ് കൊടുക്കുക. അത് നിറച്ച് ഷെയ്ഡിങ് കൊടുത്തോ. ഞാൻ അങ്ങനെ കൊടുത്തില്ല. അടുത്തതാ ഇവിടെ വരച്ചിട്ടില്ലതാ ഒരു റൗണ്ട് വരയ്ക്കുന്നത്. ഇങ്ങനെ പാത്രമോ വെളിച്ചെന്ത് വെച്ച് റൗണ്ട് വരച്ചിട്ട് ഇതേപോലത്തെ ഒരു പിക്ചർ ആയിരിക്കുക. അടുത്ത പിക്ചർ എന്ന് പറഞ്ഞതാ ഇതേപോലെ മലകളും ഇതേപോലെ മരങ്ങളൊക്കെ വരയ്ക്കുക. ഇതാ ഒരു സൂര്യൻ വരച്ചിട്ട് ഇതേപോലെ ഷെയ്ഡ് ചെയ്യുക. അടുത്തതാ ഇതേപോലെ ഒരു സ്ക്വയർ വരയ്ക്കുക. ഇതേപോലെ സ്കെയിൽ വെച്ച് വരയ്ക്കാം. സ്കെയിൽ വെച്ച് വരച്ചിട്ട് ബാക്കി ഒന്ന് സ്കെയിൽ യൂസ് ചെയ്യാണ്ട് വരയ്ക്കണതാ വീടും ഇതും തെങ്ങും എല്ലാം വരച്ചിട്ട്. പിന്നെ സൂര്യൻ വരയ്ക്കുന്നത് വെച്ചാൽ നിങ്ങൾ ആദ്യം സർക്കിൾ വരയ്ക്കുക. ഈ വീടിനുള്ളിൽ വന്ന ഈ ഭാഗങ്ങളൊക്കെ മാത്രം മായച്ചളഞ്ഞിട്ട് എന്നാൽ ഇങ്ങനെ കിട്ടും. ഇതേപോലെ ഷെയ്ഡിങ് കൊടുക്കുക. അടുത്തതാ ഡേ 30 ആണ്. ഇത് ഞാൻ ഇന്നലെ വരച്ചാണ്. ഡേ 30 എല്ലാത്തും നിങ്ങൾ ഡേ 5 3 1 2 നിങ്ങൾ വരച്ച ഡേറ്റ് എല്ലാം എഴുതണം. ഇതാ റിയലിസ്റ്റിക് ആയാണ് ഇത് വെച്ച ലൈൻസൊക്കെ വെച്ചിട്ട് ഇതേപോലെ നിങ്ങൾ ഒരു ലൈൻ ഇടുക. ഇതേപോലെ ലൈൻ ഇടുക. ഇതേപോലെ കേവ് ഷേപ്പൊക്കെ വെച്ച് വരച്ചിട്ട് ഇത് ലൈൻസ് ഞാൻ മായച്ചതാ. ഇതേപോലെ കേവ് ഷേപ്പ് വെച്ചിട്ട് നോക്കുക. അപ്പോൾ എൻ്റെ ഇതൊക്കെ ചെറിയ ഡ്രോയിങ് ആണ്. അപ്പോൾ എൻ്റെ ഡ്രോയിങ് ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ ഇത്രയേ ഉള്ളൂ. ബൈ.